അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായി തൃക്കണായ അയ്യപ്പ ക്ഷേത്രത്തിലെ 62ാമത് വിളക്ക് മഹോത്സവത്തിൻ്റെ സമാപന ദിനമായ ഇന്ന് നരിക്കുന്ന് മഖാമിൽ നിന്ന് പേട്ടതുള്ളൽ നടന്നു. എളനാട് തൃക്കണായ ശ്രീ പുലിപ്പുറം അയ്യപ്പ ക്ഷേത്രത്തിലെ 62ാമത് വാർഷിക വിളക്ക് മഹോത്സവം ഡിസംബർ 7 മുതൽ 11 വരെ 5 ദിവസങ്ങളിലായി ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു. മഹോത്സവ സമാപന ദിവസമായ ഇന്ന് പ്രധാന ചടങ്ങുകളിൽ ഒന്നായ പേട്ടതുള്ളൽ തൃക്കണായ നരിക്കുണ്ട് മഖാമിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് നടന്നു. അയ്യപ്പ ഭക്തജനങ്ങൾ പുലിപ്പുറം അമ്പലത്തിലേക്ക് പേട്ടതുള്ളിയെത്തിയത് കേരളീയ മതമൈത്രിയുടെ ഉദാത്തമായ കാഴ്ചയായി മാറി. പഴയന്നൂർ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന തൃക്കണായ നരിക്കുണ്ട് മഖാമും പുലിപ്പുറം അമ്പലവും കാലങ്ങളായി നിലനിർത്തുന്ന ഈ സാംസ്കാരിക ബന്ധം മതസൗഹാർദ്ദത്തിന്റെ വലിയൊരു അടയാളമാണെന്ന് മഹല്ല് ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. പഴയന്നൂർ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന വയനാട് തൃക്കണായ നരിക്കുണ്ട് മഖാമും പുലിപ്പുറം അമ്പലവും മതമൈത്രിയുടെ ഒരു അടയാളമാണ്. ഇന്ന് പുലിപ്പുറം അമ്പലത്ത് വിളക്കിനോടനുബന്ധമായി തൃക്കണായ നരിക്കുണ്ട മഖാമിൽ നിന്നാണ് അയ്യപ്പ ഭക്തജനങ്ങൾ പേട്ടതുള്ളി പുലിപ്പുറം അമ്പലത്തേക്ക് പോകുന്നത്. ഇത് സാംസ്കാരിക കേരളത്തിൻ്റെ മതമൈത്രി ഏറ്റവും വലിയൊരു ചിഹ്നമാണ്. നമുക്കറിയാം, കേരളീയ സമൂഹം അയ്യപ്പസ്വാമി ഭക്തജനങ്ങളാകുന്ന ആളുകൾ വാവര് സ്വാമി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ സന്നിധാനത്തിൽ പോയി തേങ്ങകളും മറ്റു വഴിപാടുകളും അർപ്പിച്ചുകൊണ്ട് അയ്യപ്പസ്വാമിയുടെ സന്നിധാനത്തിലേക്ക് പോകുന്ന ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് കേരളത്തിൽ വർഗീയ കലാപങ്ങളും മറ്റും ഉടലെടുക്കുമ്പോൾ സാംസ്കാരിക കേരളത്തിൽ മതമൈത്രിയുടെ ചിഹ്നമായി നിലകൊള്ളുന്ന തൃക്കണായ മഹല്ലിൻ്റെ നരിക്കുണ്ടിൻ്റെയും അഥവാ പുലിപ്പുറം അമ്പലത്തിൻ്റെയും സാംസ്കാരിക ഈ മതമൈത്രിയുടെ ചിഹ്നം നിലനിൽക്കട്ടെ എന്ന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നതോടൊപ്പം തൃക്കണായ മഹല്ല് കമ്മിറ്റിയുടെയും മറ്റു ഭക്തജനങ്ങളുടെയും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊള്ളുന്നു.
ഇന്ന് പുലിപ്പുറം അമ്പലത്തിലെ വിളക്കിനോടനുബന്ധിച്ച് തൃക്കണായ നരിക്കുണ്ട് മഖാമിൽ നിന്നാണ് അയ്യപ്പ ഭക്തജനങ്ങൾ പേട്ടത്തുള്ളി പുലിപ്പുറം അമ്പലത്തിലേക്ക് പോയതെന്നും ഇത് കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിലെ മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ ചിഹ്നമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. അയ്യപ്പ ഭക്തജനങ്ങൾ ബാവരസ്വാമിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സന്നിധാനത്ത് പോയി തേങ്ങകളും മറ്റു വഴിപാടുകളും അർപ്പിച്ച ശേഷം ശബരിമലയിലേക്ക് പോകുന്ന ചരിത്രം എല്ലാവർക്കും അറിയാം. കേരളത്തിൽ വർഗീയ കലാപങ്ങളും മറ്റും ഉടലെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ തൃക്കണായ മഹലിന്റെ നരിക്കുണ്ട് മഖാമും പുലിപ്പുറം അമ്പലവും തമ്മിലുള്ള ഈ സാംസ്കാരിക മതമൈത്രിയുടെ ചിഹ്നം എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നുവെന്നും ഈ മതമൈത്രിക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന തൃക്കണായ മഹൽ കമ്മിറ്റിക്കും മറ്റ് ഭക്തജനങ്ങൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുവെന്നും മഖാം ഭാരവാഹികൾ വ്യക്തമാക്കി. മഹോത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും നട തുറക്കൽ, അഭിഷേകം, ഉഷപൂജ, ഉച്ചപൂജ എന്നിവ കൂടാതെ വിവിധ കലാപരിപാടികൾ, പായസ വിതരണം, എഴുന്നള്ളിപ്പ് എന്നിവയുമുണ്ടായിരുന്നു. നാദസ്വരം, പഞ്ചവാദ്യം, തായമ്പക, നൃത്തസന്ധ്യ, ഭക്തി ഗാനമേള, തിരിപിടുത്തം എന്നിവ വിളക്ക് മഹോത്സവത്തിന് മാറ്റുകൂട്ടി. CCV ന്യൂസ്, തിരുവല്ലോമല.